آه، ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യുക, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ ഞാൻ പറഞ്ഞുതരാം. اسمي شافي. أنا هندي. أنا من كيرلا. أنا ساكن في الإمارات. أنا الحين في دبي. أنا أشتغل في شركة أربيكوس. عندي خبرة في هذا المجال 5 سنوات. എത്രേ ഉള്ളൂ നമ്മൾ നമ്മളെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇസ്മി. നമ്മൾ മുമ്പ് ഡാൻസിങ് വേർഡ് പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു ഡാൻസിങ് വേർഡ്? സിദ്ദീഖ് ഒന്ന് പറഞ്ഞു നോക്കി. dancing word he, ha, hum, ka, ki, kum, ina. അയ്യവ. ആ ഓക്കെ. എൻ്റെ വീട് മലപ്പുറത്താന്ന് എങ്ങനെ പറയാ അബൂബക്കർ സിദ്ദീഖ്? Ag- ഏർ, എനിക്ക് എൻ്റെ എൻ്റെ വീട്. ഈ എൻ്റെ, അവൻ്റെ, അവളുടെ എന്നൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഡാൻസിങ് വേർഡാണ്. ആ ഡാൻസിങ് വേർഡ് വെച്ചിട്ട് തന്നെ പറയണം. അപ്പൊ എൻ്റെ വീട് മലപ്പുറത്താണ് എങ്ങനെ ഉപയോഗിക്കാം? എൻ്റെ വീട് മലപ്പുറത്താണ്. ഈ بيتي في ملبورم. صح صح صح. ബൈത്തി. في ملبورم. അയ്യോ, ബൈത്തി ഫി മലാബുറം. ബൈത്തി ഫി മലാബുറം. എൻ്റെ വീട് മലപ്പുറത്താണ്. അഹ്ലൻ വസഹ്ലൻ സിഫിൻ. കൈഫ് ഹാലക് തയ്യിബിൻ. അലി, ഒന്ന് شوف، ഇൻട്രൊഡ്യൂസ് ചെയ്താ നിങ്ങളെ പറ്റിയിട്ട്. آه، اسمي علي. അയ്യോ أنا من الهندي، من كيرلا. അയ്യോ. آم، ഞാനിപ്പം ദുബായിലാണ്. അല്ലെങ്കിൽ أنا الحين في أبو ظبي. അയ്യോ, ഞാൻ താമസിക്കുന്നത് യു أنا എയിലാണ്. ساكن في أنا ساكن في الإمارات. അയ്യോ, ഞാൻ آم، എന്താണ് أشتغل പ്രൊഫഷൻ? في നിങ്ങളെ പ്രൊഫഷൻ എന്താണ്? أنا مشتغل في مسؤوليات العلاقات العامة. അലാഖാത്ത് ആമ صح. عامة. ആ, പബ്ലിക് റിലേഷൻ ആണോ? ജനറൽ. Yes. ഓക്കെ ഓക്കെ, തമാം. Public relations. ഉം. آم، അലാഖാത്ത് ആമ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ആട്ടോ. അലാഖ ആമ, പബ്ലിക് റിലേഷൻ. ഓക്കെ. ഞാൻ എമിറേറ്റ്സ് ആയിട്ട് ബാക്ക് നോക്കി പഠിച്ചു. ആയി ശരി, ആയി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ പറയാം? അനഷ്തഗൽ ഫി ഷരിക്കത്ത്. അനഷ്തഗൽ, ഞാൻ ജോലി ചെയ്യുന്നു. അനഷ്തഗൽ ഫി ഷരിക്കത്ത്, എന്താ കമ്പനിയുടെ പേര്? ഇമാജിനറി. ഇമാജിനറി. അനഷ്തഗൽ ഫി ഷരിക്കത്ത് ഇമാജിനറി. അലാഖ ആമ. അല്ലെ എന്താണ്? വെറും പബ്ലിക് റിലേഷൻ മാത്രമേ ഉള്ളൂ? പബ്ലിക്കേഷൻ ഓഫീസർ. ഓക്കെ. ലാബിത്ത് അല്ലെങ്കിൽ മുവല്ലഫ്. ലാബിത്ത് علاقة عامة. ضابط أنا له أوفيسر. أنا ضابط علاقة عامة. أنا أشتغل في شركة إيماجينري كعلاقة عامة. ألاقي ضابط علاقة عامة. تمام. عندي خبرة 2 سنوات في هذا الشركة. أيوة. عندي خبرة 2 سنة في هذه الشركة. أديبولي أنا عندي خبرة 2 سنة في هذه الشركة. ഈ കമ്പനിയിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ. നിങ്ങളിപ്പോൾ എവിടെ താമസിക്കുന്നത് എങ്ങനെ ചോദിക്കാം? അനീഷ ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ എവിടെ താമസിക്കുന്നത്? താമസിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സാക്കിൻ. അപ്പം ആ ക്വസ്റ്റ്യൻ വേർഡ്സ്, 2 ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നല്ല പഠിച്ചിരുന്നല്ലോ. വാട്ടും അതുപോലെ തന്നെ വേറും. വാട്ട് എന്നുള്ളത് ഏഷ്. ഏഷ് ഇസ്മേക്ക്, ഏഷ് ഇസ്മോഹോ, ഇസ്മി കിത ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഈ കിത കിത എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ. ലൈക്ക് ദിസ്, ലൈക്ക് ദിസ്. സവ്വി ഹാദി കിത. സവ്വി. നമ്മൾ ഒരാൾ ഒരു കാര്യം പറയാം, ഇതിങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയുമ്പോൾ സവ്വി, സവ്വി ഹാദി കിത, ഇതിങ്ങനെ ചെയ്യണം. സവ്വി. സവ്വി പറഞ്ഞാൽ ഡു ഇറ്റ് ലൈക്ക് ദിസ് എന്നാണ്. ഡു ഇറ്റ് സവ്വി കിത. ഓക്കെ, ഞാൻ അയക്കാം. അനിഷേട്ടാ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ എവിടെ താമസിക്കുന്ന സാക്കിൻ. നിങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ആ ഫസ്റ്റത്തെ ഹു, ഹി, ഹും, എൻത, ഇൻതി, ഇൻതും, അന, അഹന. ഓക്കെ, ഒന്ന് പറഞ്ഞു നോക്കി. വെയിൻ സാക്കിൻ ഇൻതും. നമ്മൾ ഒരാൾ ചോദിക്കുകയാണ്, വെയിൻ സാക്കിൻ ഇൻതും, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? വെയിൻ സാക്കിൻ ഇൻതും, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. എങ്ങനെ സിദ്ദീഖ് പറയാ ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്? أنا ساكن في دبي. ഓക്കെ. ഞാൻ അബുദാബിയിലാണ് താമസിക്കുന്നത്. അലി എങ്ങനെ പറയാം? أنا ساكن في أبو ظبي. ആ ഓക്കെ, അടിപൊളി. നീ നീ ഇങ്ങനെ ചെയ്യണം എങ്ങനെ പറയാ?
سوي ആ അതന്നെ ഞാൻ വാട്സപ്പിൽ അയക്കാം. ആ بكذا സവ്വി കിത കിത എന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ് നാട്ടോ കിത സവ്വി കിത സവ്വി കിത നീ ഇതുപോലെ ചെയ്യണം. ഓക്കെ എന്നിട്ട് സവ്വി കിത നീ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ലാസിം ലാസിം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ്. നമ്മൾ ഒരാളോട് പറയുമ്പോൾ ലാസിം മസ്റ്റ് ലാസിം എന്തില്ല ഹബീബി എന്ത് ലാസിം സവ്വി കിത ഇങ്ങനെ തന്നെ ചെയ്യണം. എന്ത് ലാസിം സവ്വി കിത. ചില വാക്കുകൾ നമ്മൾ എപ്പോഴും ബൈഹാട്ടാക്കി ഈ സവ്വി എന്നുള്ളതൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ്. ഞാൻ നാളെ ചെയ്യും എന്നുള്ളതിന് എന്താ പറയാ സവ്വിന്റെ തൊട്ട് മുന്നേ ബാ ചേർക്കുക. അപ്പൊ സവ്വി ഏതൊരു പ്രയോഗമാണെങ്കിലും നാളെ അഥവാ ഫ്യൂച്ചറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നേ ബാ ചേർത്താൽ മതി. അങ്ങനെ റൂഹ് എന്ന് പറഞ്ഞാൽ പോവുക അല്ലേ, റൂഹ്. അപ്പൊ നാളെ പോകും അന ബറൂഹ് ബുക്ര, അന ബറൂഹ് ബുക്ര. കണ്ടോ ബറൂഹ് അന ബറൂഹ് ബുക്ര, ഞാൻ നാളെ പോകും അന ബറൂഹ് ബുക്ര. അപ്പം നീ ഇത് ചെയ്യണം എന്നെങ്ങനെ പറയാം സിദ്ദീഖ്, എങ്ങനെ പറയാം? سوي كذا സോവി നീ എന്ന് പറയുമ്പം നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞോക്കി انت سوي كذا അയ്യോ എന്ത് സോവിക്കഥ. അപ്പൊ ഞാൻ അലി ഞാൻ നാളെ ഇതുപോലെ ചെയ്യാം, എങ്ങനെ പറയാം? ഞാൻ നാളെ ഇതുപോലെ ചെയ്യാം. أنا بسوي كذا അയ്വ നാളെ നാളെ بسوي كذا നാളെ أو بكرة شغال അയ്വ അന ബസവി കിത ബുക്ര, അന ബസവി കിത ബുക്ര. ഓക്കെ സിഫിൻക വോയിസ് കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ ആ ഫസ്റ്റത്തെ പ്രൊനൗൺസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. നമ്മൾ ഫസ്റ്റ് പഠിച്ചിരുന്ന അവൻ, അവൻ, അവൾ, അവർ എന്നുള്ളത്. هو هي ഹു ഹി അയ്വ ഹു ഹി ഹുവ ഹു ഹി ഹും ഹും ഇന്ത ഇന്തി ഇന്തും അയ്വ അന അന നഹ്നു അയ്വ അന നഹ്നു അല്ല നഹ്ന. അപ്പൊ ഞാൻ സിഫിൻ ആണെന്ന് എങ്ങനെ പറയാം? അന സിഫിൻ. ഓക്കെ ഹുസൈൻ നീ ഡോക്ടർ ആണോ എങ്ങനെ ചോദിക്കാം? ഇന്ത ദുക്തൂർ. ഓക്കെ ഹുസൈൻ നിങ്ങൾ പറയും. هو دكتور എന്ത് ഡോക്ടർ അല്ല, ഞാൻ ഡോക്ടർ അല്ല, ഞാൻ സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റിന് തോലിബ് എന്നാണ്, തോലിബ്. ഞാൻ ഡോക്ടർ അല്ല. ഹുസൈൻ നിങ്ങൾ أنا ഏ أنا مو دكتور അയ്വ أنا ستودنت തോലിബ് പറഞ്ഞാൽ തോലിബ് സ്റ്റുഡന്റ്. അന മു ദുക്തൂർ അന തോലിബ്, അന മു ദുക്തൂർ അന തോലിബ്. ഓക്കെ നീ അബുദാബിയിലാണ് താമസിക്കുന്നത് അബൂബക്കർ, ഒന്ന് പറഞ്ഞു നോക്കി. انت ساكن في ابو ظبي എന്ത് സാക്കിന് അല്ല, ഞാൻ അബുദാബിയിലല്ല താമസിക്കുന്നത്, ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. അലി ഞാൻ അബുദാബിയിലല്ല താമസിക്കുന്നത്, ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. أنا مو ساكن في أبو ظبي أنا ساكن في دبي ഓക്കെ എന്താ നിങ്ങളെ പേര് അനിഷ്ക? എന്താ നിങ്ങളെ പേര്? ഇസ്മ എന്ന് പറഞ്ഞാൽ പേര്, നെയിം. അപ്പൊ നിന്റെ പേര് എന്നാകുമ്പോൾ ആ ഡാൻസിങ് വേർഡ് അതൊക്കെയായിരുന്നു. ഹു ഹാ ഹും ക കി കും ആ ക കി കും ഈന. ഓക്കെ അല്ല ഡാൻസിങ് വേർഡ് ആകുമ്പോൾ ഹു ഹാ ഹും ക കി കും ഈ ഇന. പ്രൊനൗൺസ് ആകുമ്പോൾ ഹു ഹാ ഹും, പ്രൊനൗൺസ് ആകുമ്പോൾ ഹു ഹി ഹും എന്ത ഇന്തി ഇന്തും അന അഹന. ഡാൻസിങ് വേർഡ് ഹു ഹാ ഹും ക കി കും ഈന. എന്താണ് വാട്ട് എന്നുള്ളത്? എന്താ സിഫിന് പറയാ? വാട്ട് ഏഷ് ലേഷ് അല്ല ലേഷ് എന്ന് പറഞ്ഞാൽ വൈ എന്തിനാണെന്നാണ്. വാട്ടിന് ഏഷ് എന്നും വേർ എന്നുള്ളതിന് വെയിൻ എന്നും. ഏഷ് വെയിൻ, ഏഷ് യേഷ് വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ എവിടെ. സിദ്ദീഖ് നീ എവിടെയാന്ന് അങ്ങനെ ചോദിക്കാം? فين انت നിന്റെ പേരെന്താ? ഹുസൈൻ നിന്റെ പേരെന്താ? اسمي حسين അല്ല നിന്റെ പേരെന്താ അങ്ങനെ ചോദിക്കാം? പേരെന്താ? നിന്റെ പേരെന്താ? ഇസ്മുക അല്ല ഇസ്മ അതിന്റെ മുമ്പ് വാട്ട് എന്നുള്ളത് എന്താ പറയാ? ഏഷ് ഇസ്മുക ഏഷ് ഇസ്മക് കാന്ന് ഉപയോഗിക്കരുത് കേട്ടോ. ഏഷ് ഇസ്മക് അവസാനത്തിൽ ഫുള്ള് കട്ട് ചെയ്യാം. ഏഷ് ഇസ്മക്. അപ്പം എന്താ അവന്റെ പേര്? അലി അവന്റെ പേരെന്താ? ഏഷ് ഇസ്മുഹു ഏഷ് ഇസ്മുഹു. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്യൂച്ചറിന് ഉപയോഗിക്കുന്ന ബാ എന്നാണ്.
നോക്കുക എന്നുള്ളത് എന്താ പറയാ അലി? നോക്കുക എന്നുള്ളത് എന്താ പറയാ? നോക്കുക എപ്പോഴും ഉപയോഗിക്കുന്ന നളറ ഏ انظر നളർ അല്ല അങ്ങനല്ല, അത് ലിറ്ററേച്ചർ പദമാണ്, ക്ലാസിക്കലാണ്. നളറ നമ്മുടെ സ്പോക്കണിൽ എന്താ സിദ്ദീഖ് എന്താ ഉപയോഗിക്കുക? شوف ആ അപ്പം ഞാൻ നോക്കാം എന്നെങ്ങനെ പറയാം? ഫ്യൂച്ചർ ആട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞു ഞാൻ നാളെ ചെയ്യാം. എന്നെ ബസവ്വി ബുക്കറ. ഒരു 3 വേർബ് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. സവ്വി, സവ്വി, ഷൂഫ്, സവ്വി, ഷൂഫ്, അതുപോലെ തന്നെ റോഹ്. റോഹ് എന്ന് പറഞ്ഞാൽ എന്താ? هو പോവുക പോവുക. ഷൂഫ്, സവ്വി, ഷൂഫ്, റോഹ്. റോഹ്. സവ്വി എന്ന് പറഞ്ഞാൽ ഡു, ഷൂഫ് പറഞ്ഞാൽ ലുക്ക്. ഡു, ഷൂഫ്, ലുക്ക്, റോഹ്, ഗോ. അപ്പം അതിന്റെ തൊട്ട് മുന്നേ ബാന്ന് ചേർത്തി കഴിഞ്ഞാലൊക്കെ ഫ്യൂച്ചർ ആകും. അപ്പം എങ്ങനെ? ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. അന ബസവ്വി അന അന ബസവ്വി ബുക്കർ ഹാദി. ഇത് ഞാൻ നാളെ ചെയ്യാം. അന ബസവ്വി ബുക്കർ ഹാദി. ഹാദി എന്ന് പറഞ്ഞാൽ ഇത് നാട്ടോ, ഹാദി. അന ബസവ്വി ബുക്കർ ഹാദി. ഞാൻ നാളെ ഇത് ചെയ്യാം. ഇനി ഷൂഫ് എന്ന് പറഞ്ഞാൽ അന ബഷൂഫ്. ഞാൻ നോക്കാം, ഞാൻ ഒന്ന് നോക്കാം, ഞാൻ നാളെ നോക്കാം. അന ബഷൂഫ് ബുക്ര. ഞാൻ നാളെ നോക്കാം. ഞാൻ ഇന്ന നാളെ കാണാട്ടോ. അന ബഷൂഫക് ബുക്ര. അന ബഷൂഫക്. അവിടെ ഉണ്ടോ ഡാൻസിങ് വേർഡ് വന്ന് കാ എന്നുള്ളത്? ബഷൂഫക്, നിന്നെ. നേരത്തെ പഠിച്ചിരുന്നു ഹൂ ഹാ ഹും. ബഷൂഫ് ഹു, ഞാൻ അവനെ കാണുന്നത്. ബഷൂഫ് ഹു ബുക്ര, ഞാൻ നാളെ അവനെ കാണാം. ബഷൂഫക് ബുക്ര, ഞാൻ നിന്നെ കാണാം. അതുപോലെ തന്നെ റൂഹ്. റൂഹ് എന്നാൽ പോവുക. ഞാൻ നാളെ പോകും, ഞാൻ നാളെ മാർക്കറ്റിലേക്ക് പോകും. അന ബറൂഹ് ഇല എന്ന് പറഞ്ഞാൽ ടു നാട്ടോ. അന ബറൂഹ് ഇല സൂഖ്. അന ബറൂഹ് ഇല സൂഖ് ബുക്ര, ഞാൻ നാളെ മാർക്കറ്റിലേക്ക് പോകും. ഓക്കെ. സിദ്ദീഖ്, നമ്മൾ ഈ പഠിച്ച പ്രകാരം നീ നാളെ നാട്ടിലേക്ക് പോവോ? എങ്ങനെ ചോദിക്കാം? انت بروح بكره നാട്ടിലേക്ക്. بلد ബലദ് ബലദ് الى ബിലാദ് ബിലാദ് കേട്ടോ. ബിലാദ് കൊടുക്കട്ടെ. ഒന്ന് കുട്ടി പറഞ്ഞാണി. കറക്റ്റാണ്, ശരിയാണ്. روح بكره، روح ببكره بلاد انت بروح الى بلاد بكره. الى انت بلاد بروح الى بلاد بكره. നീ നാളെ നാട്ടിലേക്ക് പോകാം. നീ നാളെ ഇത് ചെയ്യോ? ഹുസൈൻ എങ്ങനെ പറയാ? നീ നാളെ ഇത് ചെയ്യോ? മൈക്ക് ഓൺ ആക്കി. انت ആ بكره ആ ചെയ്യുകയെന്നുള്ളതിന് സവ്വി ഞാൻ വാട്സപ്പിൽ അയക്കുന്നുണ്ട് കേട്ടോ. അത് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആക്കിയാൽ മതി. അപ്പൊ സവ്വിന്റെ തൊട്ട് മുന്നേ ബാന്ന് ചേർത്താൽ മതി. انت بكره انت بسوي بكره. انت بسوي بكره. നീ انت بتسوي بكره. انت بسوي بكره. നീ നാളെ ഇത് ചെയ്യോ? സിഫിൻക, ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. എങ്ങനെ പറയാം? ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. بكره انا اروح بلاد. അയവ. റൂഹിന്റെ തൊട്ട് മുന്നേ ബാന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ ആയി. നാളെ നാമ ഫ്യൂച്ചർ അല്ലേ, ഭാവി കാലം. بكره انا بروح بلاد. അയവ. അന ബുക്ര അന ബറൂഹ് ഇല ബിലാദ്. ഇല എന്ന് പറഞ്ഞാൽ ടു ഇലാ ബിലാദ്. ഇല എന്നാട്ടോ. ടു എന്നുള്ളതിന് ഇല. അന ബറൂഹ്. ഓക്കെ. ഓക്കെ. അന ബറൂഹ് ഇല ബിലാദ് ബുക്ര. ഞാൻ നാളെ വീട്ടിലേക്ക് പോകും. ഞാൻ നാളെ ഇത് ചെയ്യാം. സിഫിൻ, ഞാൻ നാളെ ഇത് ചെയ്യാം. بكره انا കറക്റ്റ്. بكره انا بسوي هذه. അയവ. ബുക്ര അന ബസവ്വി ഹാദി. ഞാൻ നാളെ ഇത് ചെയ്യാം. നീ നാളെ ഇത് ചെയ്യും. അലി എങ്ങനെ പറയാ? നീ നാളെ ഇത് ചെയ്യോ? انت بتسوي بكره നീ ഇത് നാളെ ചെയ്യോ? انت بتسوي بكره بهذه انت بسوي هذه بكره. ഹാദി എന്ന് മാത്രം കൊടുത്താൽ മതി. انت بسوي هذه بكره. ഈ ടൈമും സമയങ്ങളൊക്കെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഉചിതം. ഒരു ഉദാഹരണത്തിന് നാളെ, മറ്റന്നാളെ, ഇന്നലെ, ഇന്ന് എന്നുള്ളതിനൊക്കെ എല്ലാം ഇന്ന്, നാളെ ബുക്ര, അംസ് ഇന്നലെ. ഓക്കെ. അപ്പം ചെയ്യുക എന്നുള്ളത് എന്താ നിഷേട്ടാ പറയാ? നിഷ്ക സൗവി. അപ്പൊ നീ ചെയ്യുന്നത് സോവി.
ഇനി നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ആയി ചോദിക്കുക. നമ്മളിതിപ്പം ഒരു കൽപ്പനയാണ്, ഓർഡർ, നീ ഇത് ചെയ്യണം, ഞാനത് അത് ചെയ്യും. ഞാൻ ഒരാളോട് പറയാണ്, നീ ഇതൊന്ന് ചെയ്യും, ഒരു റിക്വസ്റ്റ് ആയി ചോദിക്കാണ്. റിക്വസ്റ്റ് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അതറിയോ ആർക്കെങ്കിലും? തുടക്കത്തിൽ മുംകിൻ എല്ലാ കാര്യങ്ങൾക്കും മുമ്പും മുംകിൻ ചേർത്തി കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, നമ്മൾ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക. ചെയ്യുമോ, ഇതൊന്ന് ചെയ്യുമോ, ഒന്ന് വിളിക്കുമോ? വിളിക്കുക എന്നുള്ളത് എന്താ? ഇത്തസിൽ 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 വിളിക്കാനോ? ഇത്തസിൽ ഇത്തസിൽ വിളിക്കുക, കോൾ. ഫോൺ വിളിക്കുന്നതിനാണ് ഇത്തസിൽ. ഇത്തസിൽ. ഓക്കെ, എങ്ങനെ പറയാം അലി? അങ്ങനെയാണെങ്കിൽ നീ നീ ഇതൊന്ന് ചെയ്യോ? നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഒരു പൊളൈറ്റ് ആയിട്ട് വളരെ മാന്യതയോടെ ചോദിക്കുക, നീ ഇതൊന്ന് ചെയ്യോ? അതെങ്ങനെ ചോദിക്കാം? മുംകിൻ തുടക്കം ചേർക്കണം കേട്ടോ. മുംകിൻ കുഡ് യു എന്നുള്ള സംഗതിയാണ്, ഇംഗ്ലീഷിൽ കുഡ് യു എന്നുള്ള സംഗതിയാണ്. ഒരു പൊളൈറ്റ് ആയിട്ട് കുഡ് യു പ്ലീസ്, ഒന്ന് ചെയ്യാമോ? ആ മുംകിൻ ചേർത്തൊന്ന് പറഞ്ഞു നോക്കി, നീ ഇതൊന്ന് ചെയ്യുമോ? ممكن بيسوي هذا. ബസവ്യന്ന് വേണ്ട, നമ്മൾ എന്താ പറയുക, ബസവ്യ എന്ന് പറഞ്ഞാൽ നാളെ ചെയ്യുമെന്നല്ല. انت ممكن تسوي هذا. മുംകിൻ സവ്യ ഹദി, മുംകിൻ സവ്യ ഹദി, ഇനി ഇതൊന്ന് ചെയ്യുമോ? ഒന്ന് ഇങ്ങോട്ട് നോക്കുവോ? അബൂബക്കർ സിദ്ദീഖ് പറയാ, ഒന്ന് ഇങ്ങോട്ട് നോക്കുവോ? അങ്ങനെ ചോദിക്കാം. انت شوف هنا ممكن. ആയോ, മുംകിന് ലാസ്റ്റും കൊടുക്കുക, തുടക്കത്തിനും കൊടുക്കാം. ഒന്നിൽ നല്ലത് മുംകിന് തുടക്കത്തെ കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കി. ممكن انت شوف هنا. അയ്യവ മുംകിൻ ഷൂഫ് ഹിന. ഹിന എന്ന് പറഞ്ഞാൽ ഹിയർ, ഇവിടെ. ഹിന അവിടെ എന്നുള്ളത് എന്താ പറയാ സിഫിൻക? هناك. ഹിനാക്. ഹിന ഹിയർ, ഹിനാക് അവിടെ. ഹിനാക് ഒന്ന് അങ്ങോട്ട് പോവോ സിഫിൻ? എങ്ങനെ പറയാ, ഒന്ന് അങ്ങോട്ട് പോവോ? ممكن نروح هناك. അയ്യവ മുംകിൻ റോ ഹിനാക്. അപ്പൊ നീ ഒന്ന് അങ്ങോട്ട് പോവോ? നിങ്ങൾ എങ്ങനെ ചോദിക്കാം? ممكن انت روح هناك. അയ്യവ മുംകിൻ റോ ഹിനാക്. നീ ഒന്ന് അങ്ങോട്ട് പോവോ? ഞാൻ ഇപ്പം പോവില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവും. ഹുസൈൻ, ഞാൻ ഇപ്പോൾ പോവില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എങ്ങനെ പറയാ? ജസ്റ്റ് പറഞ്ഞോ. الحين. അനൽഹീൻ പോകാറുമ്പോ അല്ല ഇതന്നെ റൂഹ് അതന്നെ പോവുക. അനൽഹീൻ അതന്നെ അനൽഹീൻ ബറൂഹ്. അനൽഹീൻ ബറൂഹ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പോകും, ഞാൻ ഇപ്പം പോകൂല. അനൽഹീൻ മാ ബറൂഹ്. അനൽഹീൻ മാ ബറൂഹ്, ഞാൻ ഇപ്പം പോകൂല. അനൽഹീൻ മൂന്ന് ഉപയോഗിക്കാൻ പറ്റൂല. മൂ ഉപയോഗിച്ചാൽ മതി. മൂ ബറൂഹ് ഏറ്റവും അതിന് നല്ലത് മാ എന്നാണ്. കാരണം ഒരു വേർബിന്റെ മുമ്പിൽ വേർബ് ആവുമ്പോൾ അതിന് തൊട്ട് മുന്നേ ചേർക്കുക. മാ ബറൂഹ് അൽഹീൻ. അനൽഹീൻ മാ ബറൂഹ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ബാദ് ദഗീക കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ളതിന് ബാദ് ദഗീക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അന മാ ബറൂഹ് അൽഹീൻ, അന ബറൂഹ് ബാദ് ദഗീക. ഒന്ന് പറഞ്ഞു നോക്കി സിഫിൻക, ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ ഇപ്പം പോലാം കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂന്ന്. ബാദ് ദഗീക ഞാൻ വാട്സപ്പ് അയച്ചു. എന്താണ്? ഞാൻ ഇപ്പം പോകൂല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. أنا ما أروح الحين. أيوة. بعد أنا أروح. بعد دقيقة أنا أروح. أيوة. أنا ما بروح الحين. أنا بروح هناك بعد دقيقة. أوكي. أنا بروح هناك بعد دقيقة. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. بعد دقيقة ട്ടോ. ഓക്കേ. بعد دقيقة. ദഗീക പറഞ്ഞാൽ മിനിറ്റ് എന്നാണ്. അപ്പം ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, ഗബിൽ മുന്നേ. അനിഷട്ടാ, ഗബിൽ മുന്നേ, ബാദ് ശേഷം. ഗബിൽ ബാദ് ഗബിൽ പറഞ്ഞാൽ മുന്നേ. അപ്പം അന ബറൂഹ്ന ബാദ് ദഗീക, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകാം. ഓക്കെ, ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ് എന്നുള്ള അർത്ഥം. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്. ഇപ്പൊ സമയം എത്രയായി? എങ്ങനെ ചോദിക്കാം? സിദ്ദീഖ് ഒന്ന് ചോദിച്ചു നോക്കി, ഇപ്പൊ എത്ര സമയമായി?
الهين كمسة അയവ ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഫസ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു നോക്കി. ساعة الهين ക്വസ്റ്റ്യൻ كم ക്വസ്റ്റ്യൻ വേർഡ്സ് പറഞ്ഞാല് ഏഷ് كم ക്വസ്റ്റ്യൻ ساعة അല്ല ക്വസ്റ്റ്യൻ كم വേർഡ്സ് അതന്നെ യെസ്. كم ساعة الهين കം സാൽഹീൻ കം സാൽഹീൻ ഇപ്പൊ എത്ര സമയത്തായി? കം സാൽഹീൻ ഇപ്പം 11 മണിയായി. അലി എങ്ങനെ പറയാ? الحين 11 ساعة. അയവ അലീൻ സാ 11. നമ്മൾ അറബിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മദ്രസയിൽ മുമ്പൊക്കെ പഠിച്ചത് മാതിരി ആ ലിറ്ററേച്ചർ പദല്ല, ക്ലാസിക് അല്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അവസാന ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ മതി. അഷറ എന്ന് പറയുന്നത് അഷർ, എഹ്ദാഷ്. അറബികൾ അത്രേ പറയുള്ളൂ, എഹ്ദാഷ്. അസാലിഹീൻ എഹ്ദാഷ്. ഇപ്പൊ സമയം 11 മണി ആയിട്ടുള്ളൂ. അസാലിഹീൻ എഹ്ദാഷ്. ഇപ്പൊ സമയം 11 മണി ആയിട്ടുള്ളൂ. അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി, ഫുള്ളായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ആ ഓക്കെ. സിഫിൻക ആ ഡാൻസിങ് വേർഡ് ഒന്ന് പറഞ്ഞാണി. Dancing word. അവന്റെ, അവളുടെ, അവരുടെ. Inta. അല്ല അല്ല, അത് പ്രൊനൗൺസ് ആണ്. അവൻ, അവൾ, അവർ എന്നുള്ളത്. സിദ്ദീഖ് ഒന്ന് പറഞ്ഞു നോക്കി ഡാൻസിങ് വേർഡ് ഏതൊക്കെയാണ്? هو هاهم ആ كاكيكم ആ إينا ആ അവന്റെ വീട് ഇവിടെ അടുത്താണ്. എങ്ങനെ പറയാം സിദ്ദീഖ്? അവന്റെ വീട് ഇവിടെ അടുത്താണ്. بيتهم ഗരീബ്, بيت ഗരീബ് آه. എന്നാൽ അടുത്ത്. بيتهم قريب അയ്യോ, ബഈദ് പറഞ്ഞാലോ? بعيد دورة ആ ദൂരെ, ഫാർ. കുറച്ച് അടുത്താന്നല്ലേ നിങ്ങൾ? കുറച്ച് എന്നുള്ള എന്താ? شوية ഷുവൈ, ഷുവൈ. അപ്പം അവന്റെ വീട് കുറച്ച് അടുത്താണ്. അല്ലെങ്കിൽ അവന്റെ ഷോപ്പ്, അലി അവന്റെ ഷോപ്പ് ഇവിടെ കുറച്ച് അടുത്താണ്. എങ്ങനെ പറയാം? മഹൽ, മഹൽ, മഹൽ പറഞ്ഞ ഷോപ്പ്, മഹൽ. വെയിൻ മഹല്ലക് ഹബീബി, വെയിൻ മഹല്ലക്. എവിടെ എന്റെ ഷോപ്പ്? മഹല്ലി ഗരീബ് ഹിന. എന്റെ ഷോപ്പ് ഇവിടെ അടുത്താണ്. ഒന്ന് പറഞ്ഞു നോക്കി, അവന്റെ ഷോപ്പ് ഇവിടെ അടുത്താണ്. محله قريب هنا. അയ്വ മഹല്ലുഹു ഗരീബ് ഹിന വെയിൻ. അപ്പം നിന്റെ ഷോപ്പ് എവിടെ തന്നെ ചോദിക്കാം? وين محله؟ നിന്റെ وين محلك؟ വെയിൻ മഹല്ലക്, വെയിൻ മഹല്ലക്. ഓക്കെ. ഹുസൈൻ ആ ഡാൻസിങ് കൂടെ ഒന്ന് പറഞ്ഞാണി ഏതൊക്കെയാന്നുള്ളത്. ഹലോ, ആ ഹുസൈൻ ആ ഡാൻസിങ് കൂടെ ഏതൊക്കെയാന്ന് പറഞ്ഞാണി. ഓക്കെ. സിഫിൻക Ah. ആ ഡാൻസിങ് കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അതൊന്ന് എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പ്രൊനൗൺസാ പഠിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കണക്ട് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബഷൂഫ് എന്നാൽ നോക്കുക എന്നുള്ള. ബഷൂഫ് എന്നാൽ അതിന് തൊട്ട് മുന്നേ വന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറായി. ബഷൂഫക് ബുക്കറ, അവിടെ ബഷൂഫക് നിന്നെ കാണാം. ബഷൂഫക് ബുക്കറ ഹബീബി, ബഷൂഫക് ബുക്കറ നാളെ കാണാട്ടോ, നാളെ കാണാട്ടോ. ബഷൂഫക് ബുക്കറ നാളെ കാണാട്ടോ. എല്ല ലിഗ ബഷൂഫക് ബുക്കറ നാളെ കാണാം. ബൈ ബൈ. അതാണ്. അപ്പം ഒന്ന് ആ ഡാൻസിങ് വേർഡ് ഒന്ന് പറഞ്ഞു നോക്കി. Who, ഹൂ. he, whom. അല്ല, അത് പ്രൊനൗൺസ് ആണ്. പ്രൊനൗൺസും ഡാൻസിങ് വേർഡും വ്യത്യാസമുണ്ട്. പ്രൊനൗൺസ് പറഞ്ഞാൽ അവൻ, അവൾ, അവർ എന്നാണ്. അവൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഹൂ, ഐ, യു, വി, ദ, ഹി, ഷി, ഇറ്റ് എന്നുള്ളതാണ് പ്രൊനൗൺസ്. അത് അറബിയിൽ വരുമ്പം ഹൂ, ഹി, ഹും, എൻത, എൻതി, എൻതും, അന, അഹ്ന. ഡാൻസിങ് വേർഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ, അവൻ്റെ, അവളുടെ, അവരുടെ, നിന്റെ, നിങ്ങളുടെ, എൻ്റെ, നമ്മുടെ. ഹു, ഹാഹും, കാക്കീക്കും, ഈന. അതങ്ങനെ പഠിക്കണം. ഒരു ഉദാഹരണത്തിന് ഹു, ഹാഹും ഇസ്മുഹു അവൻ്റെ പേര്, മക്തബുഹു അവൻ്റെ ഓഫീസ്, ഷെരിക്കത്തുഹു അവൻ്റെ കമ്പനി, സദീഖുഹു അവൻ്റെ ഫ്രണ്ട്. വെയിൻ സദീഖ്, വെയിൻ സദീഖക് ഹബീബി, വെയിൻ സദീഖക് എവിടെ എൻ്റെ സുഹൃത്ത്? വെയിൻ സദീഖക് എവിടെ എൻ്റെ സുഹൃത്ത്? വെയിൻ മഹല്ലക് എവിടെ എൻ്റെ ഓഫീസ്? എന്താ ഡാൻസിങ് വേർഡ് പഠിച്ചാലുള്ള മെച്ചാണിത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവസാനം വരും 30 മൊഡ്യൂൾ കഴിയുമ്പോഴും ഇതെപ്പോഴും ഇതും ബന്ധപ്പെട്ടിട്ടാണ് വരിക. സിഫിൻക ഒന്ന് പറഞ്ഞു നോക്കിയതാലോ. ഹൂ, ഹാ, ഹും, ക, കി, കും, ഈന. ആ Who, ha, hum. അയ്യോ Ka, ki, kum. ആ Hina. ഈ, ന, ഈ, ന. I, na.
ഈന എന്ന് പറഞ്ഞാൽ ഇസ്മ നൗണിന്റെ കൂടെ ഇസ്മി എൻ്റെ പേര്, ഇസ്മന നമ്മുടെ പേര്, ഇസ്മന. നമ്മുടെ നമ്മുടെ കമ്പനി ദുബായിലാണ്. എങ്ങനെ അലി പറയാ നമ്മുടെ കമ്പനി ദുബായിലാണ്? دبي. അയ്യോ ഒന്നുകൂടി റിപ്പീറ്റ്, കേട്ടില്ല. شريكنا في دبي. അയ്യോ ഷെരിക്കത്ന ഫി ദുബായ്, ഷെരിക്കത്ന ഫി ദുബായ്. ഞങ്ങളെ ഓഫീസ് ബുർജ് ഖലീഫിന്റെ അടുത്താണ് സിദ്ദീഖ്. നമ്മുടെ ഓഫീസ് ബുർജ് ഖലീഫിന്റെ അടുത്താണ്. കേട്ടില്ല. احنا مكتب. അഹ്ന എന്ന് പറയുമ്പോ നമ്മൾ നായി, നമ്മുടെ ഡേ 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 എന്ന് വരുന്ന എൻ്റെ ഉടെ എൻ്റെ എന്നത് വരുന്നതിനാണ് ഈ ഡാൻസിങ് വേർഡ് ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ ഓഫീസ് ഇവിടെയാണ്, അതാ വേണ്ടത്. مكتبنا. അയ്യോ മക്തബിന ബുർജ് ഖലീഫ അടുത്ത് ബുർജ് ഖലീഫ ആണെന്നാണോ? ആ അടുത്ത് ഗരീബ്. ഗരീബ്. ആ അപ്പം മക്തബിന ഗരീബ്. مكتبنا ആ قريب برج خليفة. അയ്യോ മക്തബിന ഗരീബ് ബുർജ് ഖലീഫ, മക്തബിന ഗരീബ് ബുർജ് ഖലീഫ. مكتبنا. ആ പറഞ്ഞോളി സിദ്ദീഖ്. ഹലോ. مكتبنا قريب برج خليفة. അയ്യോ ഞങ്ങളെ ഓഫീസ് എന്താ പറയാ ട്രാഫിക്കിന്റെ അടുത്താണ്, ഇഷാറിന്റെ അടുത്താണ്. എങ്ങനെ പറയാം അലി? പറഞ്ഞോക്കി. مكتبنا في قريب في ഇഷാറ. شاك. ഇഷാറ എന്ന് പറഞ്ഞ إشارة. ആ ട്രാഫിക് നോക്ക്, എങ്ങനെ പറയാ? شوف ഷൂഫ് ഇഷാറ. هذا إشارة. ഷൂഫ് ഇഷാറ. 3 വേർബാണ് ഇന്ന് ശരിക്ക് പഠിച്ചത്. സവ്വി അനീഷേട്ടാ, സവ്വി ചെയ്യുക, സവ്വി എന്ത് സവ്വി ഹാദി, നീ ഇത് ചെയ്യ്. രണ്ടാമത്തെ എന്താണ്? സവ്വി കഴിഞ്ഞിട്ട് ഷൂഫ്, ഇങ്ങോട്ട് നോക്ക്, ഷൂഫ് ഹിന ഇങ്ങോട്ട് നോക്ക്. അപ്പൊ സവ്വി ഷൂഫ്, സവ്വി ഷൂഫ്, സവ്വി ഷൂഫ്. അതുപോലെ തന്നെ റൂഹ്, അതിന് തൊട്ട് മുന്നേ ബാ ചേർത്തി കഴിഞ്ഞാൽ അത് ഫ്യൂച്ചറെ. അന ബറൂഹ്, ഞാൻ പോകും. അന മാ ബറൂഹ്, ഞാൻ പോകൂല. ഫ്യൂച്ചർ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിൾ ആയിരിക്കും. ഞാൻ നാളെ പോകാം. അന ബറൂഹ് ബുക്ര, ഞാൻ നാളെ പോയിക്കോളാം. ഞാൻ നാളെ പോകില്ലട്ടോ. അന മാ ബറൂഹ് ബുക്ര, ഞാൻ നാളെ പോകില്ല. ഞാൻ നാളെ ചെയ്തോളാം. അന ബസവ്വി ബുക്ര, ഞാൻ നാളെ ചെയ്യില്ലട്ടോ. അന മാബ് സവി അടാ, മാൻ തൊട്ട് മുന്നേ ചേർത്തി കഴിഞ്ഞാൽ അത് മനസ്സിലായോ സിദ്ദീഖ്? എന്ത് മനസ്സിലായോ? ഹുസൈൻ എങ്ങനെ ഫ്യൂച്ചർ വരുന്ന മനസ്സിലായോ? ഓക്കെ. സിഫിൻ കാം, ഓ ആ വേർബ് ഏതൊക്കെ ഒന്ന് പറഞ്ഞാണി. സവ്വി, സവ്വി, ഷൂഫ്, സവ്വി, ഷൂഫ്, റൂഹ്. റൂഹ്. ഞാൻ നാളെ ദുബായിലേക്ക് പോകും. എങ്ങനെ പറയാ? ലേക്ക് എന്നുള്ളതിന് ടു എന്നുള്ളതിന് ഇലാന്നാട്ടോ. അതെങ്ങനെ പറയാ? ബുക്ര അന ബറൂഹ് ദുബൈ. ലേക്ക് ടു എന്ന് പറഞ്ഞ ലേക്ക് ടു. ബുക്ര അന റൂഹ് ഇല ദുബൈ. അയ്യോ ബുക്ര അന ബറൂഹ് ഇല ദുബായ്, ബുക്ര അന ബറൂഹ് ഇല ദുബായ്. നീ നാളെ സിദ്ദീഖ്, നാളെ നീ നാട്ടിലേക്ക് പോകോ? എങ്ങനെ ചോദിക്കുക? انت بروح بكرة بلاد. അയ്യോ എന്ത് ബറൂഹ് ഇല ബിലാദ് ബുക്ര, എന്ത് ബറൂഹ് ഇല ബിലാദ് ബുക്ര. നീ നാളെ ഓഫീസിലേക്ക് പോവോ അലി? أنت بروح بكرة إلى مكتب. എന്ത് ബറൂഹ് ഇല മക്തബ് ബുക്ര, എന്ത് ബറൂഹ് ഇല മക്തബ് ബുക്ര. നാളെ ഓഫീസിലേക്ക് പോവോ? ഇല്ല, നാളെ ഞാൻ ഓഫീസിലേക്ക് പോവില്ല, ഞാൻ രോഗിയാണ്. ഹുസൈൻ അന മാ ബറൂഹ് ഇല മക്തബ്. കാരണം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് അഷാൻ. കാരണം എനിക്ക് പനിയാണ്. അഷാൻ അതും മനസ്സിലാക്കിയേക്കാം. അഷാൻ എപ്പോഴും കേൾക്കുന്ന പദമായിരിക്കും അഷാൻ. കേട്ടിട്ടുണ്ടോ അലി? അഷാൻ ബിക്കോസ് അഷാൻ
ഞാൻ നാളെ പോലും കേട്ടോ. അന മാ ബറൂഹ് عشان أنا مشغول. കാരണം ഞാൻ ഭയങ്കര ബിസിയാണ്. عشان أنا مشغول. ഞാൻ ബിസിയാണ്. കാരണം പറയാൻ വേണ്ടി عشان أنا مريض. കാരണം ഞാൻ രോഗിയാണ്. أنا ما بروح بكرة المكتب. ഞാൻ നാളെ ഓഫീസിലേക്ക് പോരാ. عشان أنا مريض. ഞാൻ രോഗിയാണ്. ഓക്കെ, മനസ്സിലായോ? ഇത് നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് പഠിക്കുക. ഒരു 30 മൊഡ്യൂൾ ഉണ്ട്. അപ്പം മെല്ലെ പതിയെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ആ ഫസ്റ്റത്തെ 2 ക്ലാസ്സും കിട്ടുന്ന സമയത്തൊക്കെ അത് നല്ല പ്രാക്ടീസ് ചെയ്യണം. അതുണ്ടെങ്കിലാണ് ബാക്കി ക്ലാസ്സൊക്കെ ഇനി അടുത്തത് ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഡാൻസിങ് വേർഡ് വരും. ഡാൻസിങ് വേർഡും പ്രൊനൗൺസും കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഒക്കെ സിമ്പിളാണ്. ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും ബൈഹാർട്ട് ആയിട്ടില്ലെങ്കിൽ അടുത്തൊക്കെ ബുദ്ധിമുട്ടാവും. ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ഒരു ചെറിയൊരു ഓക്കെ കോൺഫിഡൻസ് കിട്ടും എങ്ങനെയാണ് സംസാരിക്കാൻ, കണക്ട് ചെയ്യുന്ന വാക്കുകൾ കണക്ട് ചെയ്യേണ്ടത് മനസ്സിലായോ? ഓക്കെ. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പ്രയോഗങ്ങൾ ചിലപ്പോൾ നമ്മൾ ചില വാക്കുകൾ എന്ത് ചെയ്യും, നമ്മൾ അറബികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരും എന്താ അതിന് പറയാന്നില്ല. അപ്പോൾ തന്നെ വോയിസ് ഞാൻ ഓൾവേസ് ഓൺലൈനിൽ ഉണ്ടാകും. അപ്പോൾ തന്നെ റീപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉപയോഗത്ത് കൊണ്ടുവന്നാൽ പിന്നെ ഓട്ടോമാറ്റിക് അത് സെറ്റ് ആവും. ഉപയോഗത്ത് കൊണ്ടുവന്നിട്ടില്ല, ബൈഹാർട്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. പരമാവധി സംസാരിക്കാൻ ശ്രമിക്കുക. എനിക്ക് വോയിസ് അയച്ചോളൂ. നമ്മളിപ്പോൾ പഠിച്ച രീതി ഉണ്ടല്ലോ, ആ രീതി അതേപോലെ വോയിസ് അയച്ചാൽ മതി. കെഫ് ഹാലക് ഷഹ്വാറക് ഷ്ലോനക് തൈബീൻ അസാക്കും ഖൈർ അഹ്ഫദക്. അങ്ങനെ വോയിസ് അയക്കുന്ന മെച്ചം എന്ന് വെച്ചാൽ ഒരു അറബിയെ കണ്ടുമുട്ടും ഓട്ടോമാറ്റിക് വരും. ആ വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഇത് ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് ഫീഡ്ബാക്ക് വന്ന സംഗതിയാണ്. ഇത് പറയലോട് കൂടെ നമുക്ക് എന്തോ അറിയാമെന്നുള്ളത് നമ്മളെ ക്ലയൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ നോക്കാം കേട്ടോ. ഓക്കെ 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 ഇൻഷാല്ലാ. നാളെയും ക്ലാസ് ഉണ്ടാകും. ഇന്നലെ കറണ്ട് ഇഷ്യൂ കൊണ്ടാണ്. അപ്പം നാളത്തെ 2 മൊഡ്യൂളിന് സിമ്പിൾ ക്ലാസ് ആണ്. അതും കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് വരിക. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. إلى اللقاء مع السلامة. السلام عليكم ورحمة الله. വലൈക്കും സലാം.